സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയും ദേവികയും ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നുണ്ട്. താൻ ഋഷിയുടെ കാര്യത്തിൽ 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഇടപെട്ടിരിക്കുന്നതെന്നും ഡിവൈഎസ്പി എന്തുകൊണ്ടാണ് അതിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്തതെന്ന് അറിയില്ല എന്നും ദേവിക അരുന്ധതിയോട് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടുപേരും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അരുന്ധതി തിരിച്ചു പറയുന്നുണ്ട്. ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അത് തന്റെ രണ്ടു തരത്തിലുള്ള ആവശ്യമാണ്. ഒന്ന്, അവൻ എന്റെ സ്വന്തം അനിയനെ പോലെയാണ്. പിന്നെ എന്റെ കർത്തവ്യം കൂടിയാണത്. കാരണം ഞാനൊരു MLA ആണ്. എന്റെ മണ്ഡലത്തിലെ ആളെയാണ് കാണാതെയായിരിക്കുന്നത്. ഉറപ്പായിട്ടും മാഡത്തിന് വൈകാതെ തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അരുന്ധതി ആശ്വസിപ്പിക്കുകയാണ് ദേവിക. ഈ സമയം നായരാണെങ്കിൽ സിദ്ധാർത്ഥിനെയും പ്രഭാവതിയെയും കാണാനായിട്ട് എത്തുന്നുണ്ട്. പ്രഭാവതിയും സിദ്ധാർത്ഥനും ഇവിടെ നിന്ന് സമയം ചെലവാക്കാതെ താൻ തന്റെ കാര്യം നോക്ക്, ഒരു പ്രമുഖ വ്യവസായിയെ ആട്ടിപ്പായിച്ചു എന്നുള്ള ഒരു വാർത്ത നാളെ ഉണ്ടാവരുത്, അതുകൊണ്ട് താൻ കൊണ്ടുവന്ന സമ്മാനങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ RK നായരോട് പറയുന്നു. അയാളാണെങ്കിൽ നാണം കെട്ടി തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ തന്റെ വിഷമങ്ങളൊക്കെ പറയാനായിട്ട് ആകെയുള്ളത് മുരളി മാത്രമാണ്. അയാളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇസബെല്ല പറഞ്ഞിരിക്കുന്നത് മറ്റെന്തോ ഉദ്ദേശം കൊണ്ടാണെന്നും നന്ദു ഏതോ ഒരു ചതിയിൽ പെട്ടിട്ടുണ്ടെന്നും പണ്ടത്തെ പോലെ ചതുരത്തിന്റെ ഈ ഒരു സമാധാനങ്ങളൊക്കെ തന്നെ കൊണ്ടിരിക്കുകയാണെന്നൊക്കെ മുരളിയോട് തുറന്നു പറയുകയാണ്. മുരളിയാണെങ്കിൽ അത് കാര്യമായി തന്നെ ചിന്തിക്കുന്നു. പിന്നീട് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന അരുന്ധതിയാണെങ്കിൽ തന്റെ മകൻ ഋഷിയെ കാണുകയാണ്. അതായത് വളരെ സർപ്രൈസ് ആയി തന്നെ അവന്റെ റൂമിൽ വന്ന് നിൽക്കുന്നു. അരുന്ധതി ചെന്ന് നോക്കുമ്പോൾ ഋഷി, മോനെ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഋഷിയെ കെട്ടിപ്പിടിക്കുകയാണ് അരുന്ധതി. എന്നിട്ട് താൻ എത്രത്തോളം വിഷമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അരുന്ധതി ഋഷിയോട് പറയുന്നുണ്ട്. എനിക്കെല്ലാം അറിയാമേ, പക്ഷെ ഞാൻ ഇത്രയും ദിവസം സന്തോഷത്തിലായിരുന്നു. കാരണം എന്റെ ശത്രുക്കൾ കരയുകയായിരുന്നു. ഞാനിപ്പോ വല്ലാത്തൊരു ഫാന്റസി ലോകത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച എല്ലാ ഫ്രസ്ട്രേഷനും ടെൻഷനൊക്കെ തന്നെ ഇപ്പൊ ഞാൻ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, മോനെ നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അതേ അമ്മേ, ചന്ദ്രവത്ത് കുടുംബത്തെ തകർക്കാനായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഇപ്പൊ എന്റെ കയ്യിലാണ്. ഞാനൊന്ന് ചലിപ്പിച്ച് മാത്രം മതി, എല്ലാം അതുവഴി നടന്നോളും എന്നൊക്കെ പറയുമ്പോൾ, എന്താ മോനെ നീ പറയുന്നതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഋഷിയാണെങ്കിൽ അരുന്ധതിയോട് തുറന്നടിക്കുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം അരുന്ധതി ഒറ്റയടിക്ക് പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ട, ഇതെല്ലാം ഇപ്പൊ തന്നെ നിർത്തിക്കൊള്ളണം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രവത്ത് വീട്ടുകാർ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. പക്ഷെ ദേവിക, അവൾ നിന്റെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ അവളെ കണ്ടിട്ടാ വന്നത്. നിന്നെ കണ്ടെത്താനായിട്ട് എന്നെ പോലെ തന്നെ അവളോട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഋഷി ഇത് നിർത്തിക്കൊള്ളാനൊക്കെ ആയിട്ട് അരുന്ധതിയാണെങ്കിൽ ശക്തമായി തന്നെ ഋഷിക്ക് വാണിംഗ് കൊടുക്കുകയാണ്. അമ്മയൊന്നും മിണ്ടാതിരുന്നേ, ഇപ്പൊ ഞാൻ എന്റെ പകപുത്തൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പ്രഭാവതി അവർ മാനസികമായി തന്നെ തളർന്നു പോകണം, അതാണ് എന്റെ ലക്ഷ്യം. പിന്നെ നന്ദൻ എന്നോട് ചെയ്ത് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ, അവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ട അരുന്ധതിയാണെങ്കിൽ ആകെ പേടി. കാരണം ഇതിന് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ തന്റെ മകൻ പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് അവർക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ നന്ദനെ ഇസബെല്ല വിളിച്ചു വരുത്തിയിരിക്കുന്നത് മറ്റൊരു ദൗത്യം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളുടെ പാപ്പനെയും കെവിനെയും കൂട്ടത്തിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസബെല്ല പറയുകയാണ്, പാപ്പന് നിന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ DVSPയെ കാണാനായിട്ട് നന്ദൻ പോകുന്നു. അയാൾ പറയുന്ന കാര്യം കേട്ട് നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മറ്റൊന്നുമല്ല, മറ്റൊരു ചതിയെക്കുറിച്ചാണ് ആ DV പറയുന്നത്. സർവീസിൽ വളരെ സത്യസന്ധനായിട്ടുള്ള ആൾ ശരിക്കും ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് നന്ദനാണെങ്കിൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അയാളെക്കുറിച്ച് അത്രത്തോളം പേരാണല്ലോ അയാളുടെ സർവീസിലുള്ളത്. അങ്ങനെ അയാൾ പറയുന്നത് മറ്റൊന്നുമല്ല, ദേവികയുടെ പക്കലുള്ള ഒരു ഫയല് അത് എത്രയും പെട്ടെന്ന് നന്ദൻ അടിച്ചു മാറ്റി എന്റെ പക്കലിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെയാണ്. ഇത് കേട്ട് നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അതൊരിക്കലും കഴിയില്ല സാർ എന്നൊക്കെ പറയുമ്പോൾ, താനത് ചെയ്തേ മതിയാകും സാർ, ഇപ്പൊ തന്നെ ഞാൻ കാരണം കൊണ്ട് ദേവിയുടെ ഭാവി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ താൻ റെഡി ആയിക്കോ തൂക്കിലേറാനായിട്ട്. ഋഷിയെയാണ് താൻ കൊന്നിരിക്കുന്നത്, അത് മറന്നു പോകണ്ട എന്നൊക്കെ പറയും. നന്ദൻ വീണ്ടും ആകെ പതറി പോവാണ്. കെവിൻ പറയുന്നുണ്ട്, ഇതും കൂടി ഒന്ന് ചെയ്തു കൊടുക്കട എന്നൊക്കെ. എന്തായാലും നന്ദന് മനസ്സിലാവുകയാണ് താൻ പെട്ടിരിക്കുന്നത് വലിയൊരു ചതിയിൽ തന്നെയാണെന്ന്. ദേവികയെ വീണ്ടും വീണ്ടും ചതിക്കാൻ തന്നെ നന്ദൻ തീരുമാനിക്കുന്നു, അതും ഈ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ തെളിയട്ടെ, കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.